ഹായ് ഫ്രണ്ട്സ്, മീരാസ് ഇംഗ്ലീഷ് ഹബിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് HSA ഇംഗ്ലീഷിന്റെ പ്രിപ്പറേഷന്റെ ലാസ്റ്റ് ഫേസിൽ നമ്മൾ എല്ലാവരും എത്തി നിൽക്കുകയാണ്. അതായത് ഓഗസ്റ്റ് 1 ഒരു ഡെഡ് ലൈൻ ആയിട്ട് കാണുകയാണെങ്കിൽ 90 ഡേയ്സ് ആണ് അപ്രോക്സിമേറ്റ്ലി നമ്മളുടെ മുന്നിൽ ഇനിയുള്ളത്. ഈ 90 ഡേയ്സിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകണം, നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണോ, നിങ്ങളുടെ പഠനം, നിങ്ങൾ പഠിക്കുന്ന രീതി, നിങ്ങൾ പഠിക്കുന്ന മെറ്റീരിയൽസ്, അതൊക്കെ നിങ്ങൾക്ക് HSA ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇനി എന്ത് മാറ്റമാണ് നിങ്ങളുടെ പഠനത്തിൽ ഈ ഒരു 90 ഡേയ്സിൽ നിങ്ങൾ വരുത്തേണ്ടത് എന്നൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോയാണിത്. ഇതിൽ നിങ്ങളുടെ പഠനത്തെ അനലൈസ് ചെയ്യാനായിട്ട് HSA ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് 10 റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരും കാണുക. HSA ഇംഗ്ലീഷ് റോഡ് മാപ്പ് ടു സക്സസ്. Thursday, 31st July 2025. ഈ ദിവസം ഈ 90 ഡേയ്സ് പ്രിപ്പറേഷൻ അവസാനിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റ് വളരെ ക്രൂഷ്യൽ ആണ്. ഓഗസ്റ്റ് 1 ഓൺവേർഡ്സ് നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഡേറ്റ്സ് ആണ് പിന്നെ വരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റിന് മുൻപ് നമ്മൾ സർവ്വസജ്ജമായിരിക്കണം HSA ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയിട്ട്. ഈ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡെഡ് ലൈൻ ആണ് 31st July 2025 എന്ന് നിങ്ങൾ ഓർക്കുക. ഈ ഒരു ഡേറ്റ് നിങ്ങളുടെ ഫോണിലോ നിങ്ങളുടെ കലണ്ടറിലോ നിങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വാച്ചിലോ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. ഞാൻ ഇത്രയും പഠിച്ചെടുത്തു, ഈ 3 months ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു, അതിന്റെ ഭാഗമായിട്ട് HSA ഇംഗ്ലീഷിന് ഇനി ഏത് ചോദ്യം ചോദിച്ചാലും ഞാൻ ഉത്തരം നൽകും, ഞാൻ സർവ്വസജ്ജമാണ് എന്ന രീതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഈ ഒരു ഡെഡ് ലൈൻ ഇന്ന് തന്നെ നിങ്ങൾ കുറിച്ചു വെച്ചോളൂ, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. HSA ഇംഗ്ലീഷിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട 8 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ അവസാനിപ്പിക്കുക. അതായത് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കൂ, ഡീപ്പ് നോട്ട് ടേക്കിംഗ് അല്ലെങ്കിൽ നോട്ട് മേക്കിംഗ്. നിങ്ങൾ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അതിന്ന് നിങ്ങൾ അവസാനിപ്പിക്കുക. ഇനി നിങ്ങൾ ഈ നോട്ട്സ് എഴുതി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ നോട്ട്സിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് നിങ്ങൾ എത്രത്തോളം മെമ്മറൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ്. നിങ്ങൾ വെറുതെ ഒരുപാട് നോട്ട്സ് എഴുതി പോകുന്നു എങ്കിൽ ഈ എക്സാം നിങ്ങൾക്ക് ഒരിക്കലും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ നോട്ട് മേക്കിംഗ് അല്ലെങ്കിൽ നോട്ട് ടേക്കിംഗ് ചെയ്യാം, പക്ഷെ കീവേഡ് മെത്തേഡിലൂടെ മാത്രം. നോട്ട് മേക്കിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ അത് അവസാനിപ്പിക്കുക, പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ലെസ് ഈസ് മോർ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ച് നിങ്ങൾ പഠനം ആരംഭിക്കുക. ലെസ് ഈസ് മോർ, അല്ലാതെ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ തേടി നിങ്ങൾ അലഞ്ഞു നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ലക്ഷ്യത്തിൽ എത്താനായിട്ട് പറ്റില്ല. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പോയിന്റ്, സ്റ്റിക്കിംഗ് ഓൺ ടു വൺ ടോപ്പിക്. സ്റ്റിക്കിംഗ് ഓൺ ടു വൺ ടോപ്പിക്. നിങ്ങൾ ഒരു ടോപ്പിക്ക് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് HSA ഇംഗ്ലീഷിന്റെ കോമ്പറ്റീഷനെ കുറിച്ച് അവയർനെസ് ഉണ്ടോ, നിങ്ങൾ ചിന്തിക്കുക. അവയർനെസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുക. ഇനി നിങ്ങൾ ഏത് ക്ലാസ്സസ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ആണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ റാങ്ക് ഫയൽ ആണോ ഉപയോഗിക്കുന്നത്, അത് നിങ്ങളെ HSA ഇംഗ്ലീഷ് എന്ന ലക്ഷ്യത്തിലോട്ട് എത്തിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ആർ യു സ്റ്റിൽ ഇൻ ദ കംഫർട്ട് സോൺ? നിങ്ങൾ ഇപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ് എങ്കിൽ അതിൽ നിന്നും നിങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഒരു ടോപ്പിക്ക് പഠിക്കാൻ നിങ്ങൾ എത്ര സമയമാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഫേക്ക് സ്റ്റഡി ഗ്രൂപ്പ്സ് സർക്കിൾസിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. അതുപോലെ
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. ആർ യു സീരിയസ് അബൌട്ട് ദിസ് എക്സാം? നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി സീരിയസ്ലി ആണോ പ്രിപ്പയർ ചെയ്യുന്നത്? അതോ ജസ്റ്റ് ഒരു എന്താ പറയുക, എല്ലാവരും പറഞ്ഞു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു മോഡിലാണ് എങ്കിൽ നിങ്ങൾ സീരിയസ് മോഡിലോട്ട് മാറേണ്ടതായിട്ടുണ്ട്. ഇനി എങ്ങനെ നിങ്ങൾക്ക് ഈ 8 കാര്യങ്ങൾ സെറ്റാക്കി എടുക്കാം എന്നത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ഡീപ്പ് നോട്ട് മേക്കിംഗ് നിങ്ങൾ ചെയ്യണ്ട എന്ന്. നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട് ടേക്കിംഗ് ആണ്. നോട്ട് ടേക്കിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആപ്പിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കീവേഡ് മെത്തേഡ് ആണ്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒരു ക്യാപ്സൂൾ ഫോർമാറ്റിലോട്ട് നമ്മൾ മാറ്റുന്നു, കീവേഡ്സ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ കീവേഡ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ട പോയിന്റ്, സിമ്പിൾ അല്ലെങ്കിൽ എന്തായിരുന്നു ആ ലൈനിന്റെ മീനിങ് എന്നൊക്കെ ഓർത്തെടുക്കാനായിട്ട് പറ്റണം. അവിടെയാണ് ഈ കീവേഡ് മെത്തേഡ് വളരെ യൂസ്ഫുൾ ആയിട്ട് മാറുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഡേവിഡ് ഡയപ്പിന്റെ ആഫ്രിക്ക എന്ന് പറയുന്ന പോമിന്റെ കീവേഡ്സ് ആണ്. ഇവിടെ ഫസ്റ്റ് കീവേഡ് എന്ന് പറയുന്നത് സാവന്നാസ് ആണ്. സാവന്നാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസെസ്ട്രൽ സാവന്ന എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഡേവിഡ് ഡയപ്പ് അവിടെ വിശേഷിപ്പിക്കുന്നത്. സാവന്ന എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രാസ് ലാൻഡ്, ആ ഒരു ഗ്ലോറി, ആഫ്രിക്കയുടെ ഹെറിറ്റേജ്, ആഫ്രിക്കൻ ട്രൈബൽ ഹെറിറ്റേജ് ഒക്കെ നമ്മളുടെ മനസ്സിലോട്ട് വരുന്നുണ്ട് അല്ലെ. ആഫ്രിക്കൻ ലയൺ, ആഫ്രിക്കൻ എലിഫന്റ്, ആ ഒരു ജിറാഫ്, ആ ഒരു പിക്ചർ ഒക്കെ നമ്മളുടെ മനസ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ ഈ ഒരു പോമിൽ ഒരു ഡിസ്റ്റന്റ് റിവറിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏതാണ് ആ ഡിസ്റ്റന്റ് റിവർ? ഗാരോൺ റിവർ ആണ്. ബോർഡെക്സിലെ ഗാരോൺ റിവറിനെ കുറിച്ചാണ് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത്. ഇനി ബ്ലഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് കോൺഷ്യസ്നെസ് ആണ്. നെഗ്രറ്റ്യൂഡ് ലിറ്റററി മൂവ്മെന്റിന്റെ ഫിലോസഫി തന്നെ എന്താണ്? സെലിബ്രേഷൻ ഓഫ് ബ്ലാക്ക്നെസ്, റീക്ലെയിമിംഗ് ബ്ലാക്ക്നെസ് ആണ് അല്ലെ. ആ ബ്ലഡ് എന്ന് പറയുന്നത് ഐഡന്റിറ്റിയാണ്, ബ്ലാക്ക് ഐഡന്റിറ്റിയാണ്. ഈ സ്വെറ്റ് എന്ന് പറയുമ്പോൾ അത് ഹാർഡ്ഷിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. നൗ ബാക്ക്, അൺബെൻറ്റ്, റെഡ് സ്കാർസ്, ആഫ്രിക്ക എത്രത്തോളമാണ് സഫർ ചെയ്തിട്ടുള്ളത് എന്നതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അല്ലേ. കൊളോണിയൽ ഒപ്രഷന്റെ ഭാഗമായിട്ട് ആഫ്രിക്ക അനുഭവിച്ച ആ ഒരു സഫറിംഗ് ആണ് ഈ 4 വാക്കുകളിൽ നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. കൂടാതെ ഒരു ഗ്രേവ് വോയിസ്, ആഫ്രിക്കയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതായിട്ട് വളരെ വൈസ് ആയിട്ടുള്ള വാക്കുകൾ ആ ഒരു പോമില് പറഞ്ഞു തരുന്നു. ഇംപെച്വസ് ചൈൽഡ് എന്ന പോയിന്റിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ആ ഗ്രേവ് വോയിസ് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നു. അതുപോലെ മിഡ് ഡേ സൺ, ഈ മിഡ് ഡേ സൺ എന്ന് പറയുന്നത് ഇന്റൻസിറ്റിയെ, നമ്മുടെ സൺ ഏറ്റവും ഇന്റൻസിറ്റിയിൽ നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് മിഡ് ഡേ സൺ എന്ന് പറയുന്നത് അല്ലെ. വളരെ ആ ഒരു ഇല്യൂമിനേഷൻ ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഗ്ലോറി അല്ലെ. ഹോട്ട്, വളരെ ചൂടാണ്, സ്കോച്ചിങ് ഹോട്ടാണ് അല്ലെ ആ ഒരു ടൈമില്. അപ്പൊ ഈ മിഡ് ഡേ സൺ എന്ന് പറയുമ്പോൾ സഫറിങ്ങിന്റെ ഏറ്റവും വലിയ എക്സ്ട്രീം ആയിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ എങ്ങനെ കാണാൻ പറ്റും? ഇവരുടെ ഈ കൊളോണിയൽ റൂളിന്റെയും അതിന്റെ പതനം അവിടെ തുടങ്ങി എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. അവരുടെ ഫൈറ്റ്, ആഫ്രിക്കൻസിന്റെ ഫൈറ്റ് അതിന്റെ എൻഡ് പോയിന്റിൽ എത്താൻ പോകുന്നു എന്നൊരു സൂചന കൂടിയാണ് ഈ മിഡ് ഡേ സൺ തരുന്നത്. അതുപോലെ വിപ്പ് എന്ന് പറയുമ്പോൾ അത് കൊളോണിയൽ പവറിനെ സൂചിപ്പിക്കുന്നു, കൊളോണിയൽ റൂൾ, പവർ. ഇനി നമ്മളുടെ ട്രീ എന്ന് പറയുമ്പോൾ അത് ട്രീ ഓഫ് ലൈഫ് ആണ്, റിന്യൂവൽ ആണ്, റീബേർത്ത്, അതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇനി വൈറ്റ് ഫെയ്ഡഡ് ഫ്ലവേഴ്സ്, വൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ കൊളോണിയൽ എക്സ്പാൻഷൻ, ആ ഒരു കൊളോണിയൽ റൂളാണ്, ഒപ്രഷൻ ആണ് നമ്മൾക്ക് കാണാനായിട്ട് പറ്റുക. ഇവിടെ വൈറ്റ് ഫെയ്ഡഡ് ഫ്ലവേഴ്സ് ആണ്, ആ ഒരു ട്രീയിൽ നിൽക്കുന്ന വൈറ്റ് ഫെയ്ഡഡ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് കൊളോണിയൽ റൂൾ അവസാനിക്കാൻ പോകുന്നു, വൈറ്റിന്റെ ആധിപത്യം അവസാനിക്കാൻ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. ഇനി ഫ്രൂട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആ ഒരു റീബേർത്തിനെയാണ്, ആ ഒരു പുതിയ ലോകം, റിന്യൂവലിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ബിറ്റർ ടേസ്റ്റ് ഓഫ് ലിബർട്ടി, ഇവിടെ യങ്സ്റ്റേഴ്സിനെ കൂടി അത് സൂചിപ്പിക്കുന്നുണ്ട്. ബിറ്റർ ടേസ്റ്റ് ഓഫ് ലിബർട്ടി അവർ അറിയാൻ പോവുകയാണ്. അപ്പോൾ ഈ ലിബർട്ടിയുടെ ബിറ്റർ ടേസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? ബിറ്റർ ടേസ്റ്റ് എന്ന് പറയുന്നത് അവർ ഹാർഡ്ഷിപ്പിലൂടെയാണ്, സ്ട്രഗിളിലൂടെയാണ്. ഈ സ്ലേവറി ആഫ്രിക്കയിൽ എത്തുന്നത് 1653 ഓൺവേർഡ്സ് ആണ്.
അവിടെ മുതൽ അവർ പല രീതിയിലും അത് സഫർ ചെയ്ത് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഒരു മോചനം എന്ന് പറയുന്നത് സ്ട്രഗിളിങ്ങിലൂടെ മാത്രമാണ് പോസിബിൾ ആകുക. അതുകൊണ്ടാണ് ബിറ്റർ ടേസ്റ്റ് ഓഫ് ലിബർട്ടി എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു കീവേർഡ് മെത്തേഡിലൂടെ മനസ്സിലാക്കിയെടുത്തത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നോട്ട് ടേക്കിംഗ് ചെയ്യേണ്ടത് എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റിക്കിംഗ് ഓൺ ടു വൺ ടോപ്പിക്. നിങ്ങൾ ഒരു ടോപ്പിക് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അത് നിർത്തണം എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതായത് നോ ദ വെയിറ്റേജ്. നമ്മളുടെ മോഡ്യൂൾസിൽ കൊടുത്തിട്ടുള്ള വർക്ക്സിന് എത്ര മാർക്സ്, എത്ര വെയിറ്റേജ് കിട്ടും, എത്ര മാർക്സ് കിട്ടും എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഒരു വർക്ക് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മണ്ടത്തരമാണ്. അപ്പോൾ ഇവിടെ മോഡ്യൂൾ 1 23 പോംസ് ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ 23 പോംസിൽ നിന്നും നിങ്ങൾക്ക് 20 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ മോഡ്യൂൾ 1 മുഴുവൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ 20 മാർക്സ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. 20 മാർക്സിന്റെ അടുത്ത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നാണ് പറയാൻ പറ്റുക. അതുപോലെ മോഡ്യൂൾ 2, മോഡ്യൂൾ 3യിലും 10 വർക്ക്സും 12 വർക്ക്സും ആയിട്ടുണ്ട്. 10 മാർക്സ് കിട്ടും. അപ്പോൾ ഇവിടെ ഈ മോഡ്യൂൾ 1, 2, 3യിൽ നിന്നും 40 മാർക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഈ 40 മാർക്സ് എന്ന് പറയുമ്പോൾ 40% ആയില്ലേ. 40% മാർക്സ് മേടിക്കാനുള്ള ഒരു ഏരിയയാണ് മോഡ്യൂൾ 1, 2, 3. ഇവിടെയാണ് നിങ്ങളുടെ ഫോക്കസ് കൊടുക്കേണ്ടത്. പൊതുവേ നമ്മളുടെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുടെ ഫോക്കസ് ജനറൽ പേപ്പറിലാണ്. അവർ ജനറൽ പേപ്പറിലാണ് ഫുൾ ഫോക്കസ് കൊടുക്കുക. അവിടെ ജനറൽ പേപ്പർ നിങ്ങൾ ഫോക്കസ് കൊടുത്തോളൂ. പക്ഷേ 20 മാർക്സ് മാത്രമാണ് ജനറൽ പേപ്പറിനുള്ളത്. ആ ജനറൽ പേപ്പറിന് കൊടുക്കുന്ന എക്സ്ട്രാ ഫോക്കസ് നിങ്ങൾ എവിടെ കൊടുക്കുക? നിങ്ങൾ മോഡ്യൂൾ 1, 2, 3യിൽ കൊടുക്കുക. നിങ്ങൾക്ക് 40 മാർക്സിൽ ഒരു 35 ഉറപ്പായിട്ടും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിയുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സും ഗ്രാമറുമാണ്. ഓക്കെ, 28 മാർക്സ് അല്ലെങ്കിൽ ഒരു 30 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 25 സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ 25 ഈ 30യിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ സ്കോറിംഗ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുക. പൊതുവെ പലരും ചെയ്യുന്നത് ജനറൽ പേപ്പർ പഠിക്കും, കുറച്ച് ലിംഗ്വിസ്റ്റിക്സും കുറച്ച് ഗ്രാമറും പഠിക്കും. ഗ്രാമർ അറിയാം എന്ന ആ ഒരു രീതിയിലായിരിക്കും പൊതുവെ ഇരിക്കുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ 40 മാർക്സിന്റെ മോഡ്യൂൾ 1, 2, 3 സ്കിപ്പ് ചെയ്യുകയാണ്. ഓക്കെ, കൂടാതെ ഇപ്പൊ ക്രിറ്റിസിസം പോലെയുള്ള ഏരിയക്ക് ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്നതും ഒരു മണ്ടത്തരമാണ് എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഏറ്റവും മാർക്സ് കുറവായ ഏരിയയിൽ നിന്നുമായിരിക്കും ഒരു പക്ഷേ ചോദിക്കുക. അതുപോലെ തന്നെ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന 5 മാർക്ക് വളരെ ഈസി ആയിട്ട് ആർക്കും നേടിയെടുക്കാൻ പറ്റുന്ന മാർക്സ് ആണ്. അതിൽ കുറച്ച് കോർ ഏരിയാസ് ഉണ്ട്. ആ കോർ ഏരിയാസ് നോക്കി പോയി കഴിഞ്ഞാൽ ഈ 5-ൽ 5 നേടാനായിട്ട് പറ്റും. ക്രിറ്റിസിസം ഇത്തിരി ടഫ് ആയതുകൊണ്ട് തന്നെ അതിൽ വർക്ക്സോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ഒരു കൺഫ്യൂസിങ് ചോദ്യം മോഡേണിസത്തിനെയോ പോസ്റ്റ് മോഡേണിസത്തിനെയോ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നതുപോലെയൊക്കെ ചോദിക്കാം. അങ്ങനെയൊക്കെ വരാം. പോയറ്റിക്സിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. അങ്ങനെ കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിൽ നിന്നുമാണ് ചോദ്യങ്ങൾ വരിക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ടോപ്പിക്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാതിരിക്കുക. ഇനിയുള്ള 90 ഡേയ്സ് മാക്സിമം ശ്രദ്ധിച്ച് പഠിക്കുക. പൊതുവെ HSC ഇംഗ്ലീഷ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവര് വിചാരിക്കുന്നത് ഇതൊക്കെ പെട്ടെന്ന് നേടിയെടുക്കുക, ഈ സിലബസ് വളരെ സിമ്പിൾ ആണല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, ആർ യു അവെയർ ഓഫ് ദി കോമ്പറ്റീഷൻ? ഈ കോമ്പറ്റീഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടോ എന്നതാണ്. അതായത് ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആണ്. നമ്മളുടെ വിരൽത്തുമ്പിൽ എന്ത് കാര്യത്തിന്റെയും നോട്ട്സും കാര്യങ്ങളും അവൈലബിൾ ആകുന്നു. ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആകുന്നു. കോച്ചിങ് സെന്റേഴ്സിനും HSC ഇംഗ്ലീഷിന്റെ കോച്ചിങ് കൊടുക്കുന്ന കോച്ചിങ് സെന്റേഴ്സിന്റെ ഒന്നും കുറവ് ഇന്നില്ല. സ്റ്റഡി മെറ്റീരിയൽസ് ആവട്ടെ, ബുക്സ് ആൻഡ് റിസോഴ്സസ് ആവട്ടെ, മാക്സിമം നമ്മളുടെ സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ യൂട്യൂബിലും വളരെ നല്ല ക്ലാസ്സുകൾ HSC ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഈ എക്സാം എഴുതാൻ വരുന്നവരിൽ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. കഴിഞ്ഞ എക്സാം എഴുതിയിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അവരൊക്കെ ഈ സിലബസ് പഠിച്ചു കഴിഞ്ഞവരാണ്. അതുപോലെ അതിന്റെ മുൻപത്തെ എക്സാം എഴുതിയവരും ഉണ്ട്. 2 ടൈംസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളും
ഈ എക്സാം എഴുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ ഒരു എക്സാമിനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സർവീസിൽ കയറാനായിട്ട് പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പറ്റീഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കോമ്പറ്റീഷൻ മനസ്സിലാക്കിക്കൊണ്ട് അതിന് അനുസരിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സെൽഫ് സ്റ്റഡി കൊണ്ട് നമ്മൾക്കത് നേടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് റൈറ്റ് ടൈം. ഈ ഒരു മൊമെന്റിലാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അല്ലാതെ എക്സാമിന് ഒരാഴ്ച മുമ്പ് നിങ്ങൾ ഒരു കോച്ചിങ് സെന്ററിലോ എവിടെയെങ്കിലും ഒക്കെ പഠിക്കാൻ ജോയിൻ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഉണ്ടാവാൻ പോകുന്നില്ല. ആപ്റ്റ് ടൈം നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ HSC ഇംഗ്ലീഷ് പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലാണോ എന്നറിയാനായിട്ട് 10 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 10 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലാണ് എങ്കിൽ 10 ഔട്ട് ഓഫ് 10 നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അല്ല എങ്കിൽ നിങ്ങൾ സ്വയം തീരുമാനിക്കുക എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന്. ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. കവിത മെന്റോൺക is the daughter of which poet? HSC ഇംഗ്ലീഷ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ആരാണ് കവിത മെന്റോൺകയുടെ ഫാദർ? ഇവിടെ 100th ബർത്ത് ആനിവേഴ്സറി ആഘോഷിച്ച ഒരു റൈറ്റർ, ഒരു പോയറ്റ് നമ്മളുടെ HSC ഇംഗ്ലീഷ് സിലബസിലുണ്ട് 2024. അദ്ദേഹത്തിന്റെ മോളാണ് കവിത മെന്റോൺക. 2024 ഒരു കറണ്ട് അഫെയർ ആണ്. എന്തുകൊണ്ടാണ് അതൊരു കറണ്ട് അഫെയർ ആയത് എന്ന് നിങ്ങൾ ഓർക്കുക. അതായത് അദ്ദേഹത്തിന്റെ 100th ബർത്ത് ആനിവേഴ്സറിയിൽ കവിത മെന്റോൺക എന്ന ഡോട്ടർ ഒരു ബുക്ക് പുറത്തിറക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നസീം എസിക്കിൽ പോയറ്റ് ആൻഡ് ഫാദർ എ സെന്റിനിയൽ വോളിയം 1924 to 2024 എന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കവിത മെന്റോൺക ആരുടെ മോളാണെന്ന്. നസീം എസിക്കിയലിന്റെ മോളാണ് കവിത മെന്റോൺക. The next question. What is the name of the project that Atwood contributed to with her novel Scribbler Moon? Scribbler Moon എന്ന നോവൽ ആറ്റ്വുഡ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏത് പ്രൊജക്റ്റിലാണ്? ആ പ്രൊജക്റ്റിന്റെ പേരെന്താണ് എന്നതാണ് ചോദ്യം. 2014 മുതൽ 2114 വരെ 2014 മുതൽ 2114 വരെ ബുക്സ്, അതായത് റൈറ്റേഴ്സിന്റെ ഓരോ ബുക്സ് പബ്ലിഷ് ചെയ്യാതെ ഇതിൽ സീക്രട്ട് ലൈബ്രറിയിൽ സേവ് ചെയ്ത് വെക്കും. ഇവര് ഒരു ഫോറസ്റ്റ് ഇതിനു വേണ്ടിയിട്ട് 1000 ട്രീസ് വെച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഫോറസ്റ്റിലെ ട്രീസ് 2114 അതിലെ വുഡ് വെച്ചിട്ടായിരിക്കും ആദ്യത്തെ 100 എഡിഷൻ പ്രിന്റ് ചെയ്യുക. ഇതൊരു സീക്രട്ട് ലൈബ്രറിയാണ്. വേൾഡ്സ് മോസ്റ്റ് സീക്രട്ട് ലൈബ്രറി എന്ന രീതിയിലാണ് ഈ ഒരു പ്രോജക്റ്റ് അറിയപ്പെടുന്നത്. ഈ ഒരു പ്രോജക്റ്റിൽ നമ്മുടെ മാർഗരറ്റ് ആറ്റ്വുഡ് അവരുടെ ഒരു ബുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. സ്ക്രിബ്ലർ മൂൺ എന്നാണ് ആ ഒരു വർക്കിന്റെ പേര്. ആ വർക്ക് പുറത്തു വരിക 2114 ശേഷമാണ്. അതുവരെ അത് ആരും വായിക്കാതെ പബ്ലിഷ് ചെയ്യപ്പെടാതെ അതിലൊരു സീക്രറ്റ് ആയിട്ട് ആ ഒരു ലൈബ്രറിയിൽ ഉണ്ടായിരിക്കും. ആ ഒരു പ്രൊജക്ടിന്റെ പേരാണ് ഫ്യൂച്ചർ ലൈബ്രറി. ഫ്യൂച്ചർ ലൈബ്രറി. ഫ്യൂച്ചർ ലൈബ്രറി എന്നാണ് ആ ഒരു പ്രൊജക്ടിന്റെ പേര്. The next question. What is the nationality of David Dipe? ഡേവിഡ് ഡൈപ്പിന്റെ നാഷണാലിറ്റി എന്താണ് എന്നാണ് അടുത്ത ചോദ്യം. ഡേവിഡ് ഡൈപ്പിന്റെ നാഷണാലിറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹം എഴുതിയ പോയം ആഫ്രിക്ക എന്നതാണ്. പൊതുവെ ആ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ആഫ്രിക്കയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേരുകൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ നാഷണാലിറ്റി എന്നൊരു ഡൗട്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് വന്നേക്കാം. നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യൂ, നോക്കട്ടെ. നാഷണാലിറ്റി ഓഫ് ഡേവിഡ് ഡയപ്പ് എന്താണ്? അദ്ദേഹം ഒരു ഫ്രഞ്ച് നാഷണൽ ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ നാഷണാലിറ്റി ഫ്രഞ്ച് ആണ് എന്ന് ഓർത്തിരിക്കുക. ഫ്രഞ്ച് വെസ്റ്റ് ആഫ്രിക്കൻ, ഫ്രഞ്ച് വെസ്റ്റ് ആഫ്രിക്കൻ എന്ന രീതിയിലും നമ്മൾക്ക് പറയാം. ഫ്രഞ്ച് വെസ്റ്റ് ആഫ്രിക്കൻ. അദ്ദേഹത്തിന്റെ ബർത്ത് പ്ലേസ് ബോർഡക്സ് ആണ്. നമ്മൾ ഗാരോൺ റിവറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഫ്രാൻസിലെ ബോർഡക്സിലാണ് അദ്ദേഹത്തിന്റെ ജനനം. Now, next question. Whose last wish was no floral possessions and no VVIPs? ഇത് ആരുടെ ലാസ്റ്റ് വിഷ് ആയിരുന്നു? നിങ്ങൾക്കറിയാമോ? ഇത് നമ്മളുടെ
ഹയവദന, നാഗമണ്ഡല എന്ന വർക്ക്സ് എഴുതിയിട്ടുള്ള ഗ്രേറ്റ് ഡ്രമാറ്റിസ്റ്റ് ഗിരീഷ് കർണാടിന്റെ ലാസ്റ്റ് വിഷ് ആയിരുന്നു എന്ന് ഓർക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശേഖർ കപൂറിന്റെ ബാൻഡിറ്റ് ക്യൂൻ എന്ന് പറയുന്ന വർക്ക് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പ്രോമിനൻസിലോട്ട് വന്നൊരു റൈറ്റർ, അതാരാണ്? HSC ഇംഗ്ലീഷ് സിലബസിലുള്ള ആ ഒരു റൈറ്ററിനെ ഐഡന്റിഫൈ ചെയ്യാമോ? ശേഖർ കപൂർസ് ബാൻഡിറ്റ് ക്യൂൻ ഫൂലൻ ദേവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിം ആയിരുന്നു. ഇത് നമ്മളുടെ അരുന്ധതി റോയ് ആണ് എന്ന് ഓർക്കുക. Now, who wrote the novel Penelope? പെനലപ്പീനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. യുലിസസിന്റെ വൈഫാണ് പെനലപ്പി. ഇവിടെ പെനലപ്പോയിഡ് എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആര് എന്നാണ് ചോദ്യം. അത് നമ്മുടെ HSC ഇംഗ്ലീഷ് സിലബസിലുള്ള ഒരു റൈറ്റർ ആണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഫ്യൂച്ചർ ലൈബ്രറി പ്രോജക്റ്റിലോട്ട് സ്ക്രിബ്ലർ മൂൺ എന്ന് പറയുന്ന വർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത മാർഗരറ്റ് ആറ്റ്വുഡ് ആണ്. അടുത്തത് ജാക്ക് ഡേവിസ്. ജാക്ക് ഡേവിസ് എന്ന് പറയുമ്പോൾ തന്നെ അബോർജിനൽ ഓസ്ട്രേലിയ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അദ്ദേഹം ഒരു പീരിയോഡിക്കൽ മാഗസിന്റെ എഡിറ്റർ ആയിരുന്നു. അതേതാണ്? പെട്ടെന്നൊരു സംശയം അല്ലെ. ബ്ലാക്ക് കോൺഷ്യസ്നെസ്, ബ്ലാക്ക് ഐഡന്റിറ്റി എന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മൾക്ക് ഈ ഐഡന്റിറ്റി നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് അല്ലെ. ഐഡന്റിറ്റി എന്ന മാഗസിനിലാണ്, പീരിയോഡിക്കൽ മാഗസിൻ. അടുത്തത്, who is the grandson of John Haywood? ആ പേരിൽ തന്നെ ഉണ്ട്, ജോൺ ഡൺ ആണ് കേട്ടോ. ജോൺ ഡൺ ജോൺ ഹെയ്വുഡിന്റെ ഗ്രാൻഡ്സൺ ആണ്. Now, who wrote a poem based on Indian city ലക്നൗ? നമ്മളുടെ ഈ ഒരു സിലബസിൽ ഇന്ത്യൻ സിറ്റി ലക്നൌവിനെ ബേസ് ചെയ്ത് പോം എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം. അത് നിങ്ങൾക്ക് സർപ്രൈസിങ് ആയിരിക്കാം. ഈ പോം എഴുതിയിട്ടുള്ളത് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ ആണ്. ടെന്നിസൺ ആണ് ലക്നൌവിനെ ബേസ് ചെയ്ത് പോം എഴുതിയത്. Now the last question. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇതിവിടെ ഞാൻ പറയാമെന്ന് അല്ലെ, ഇങ്ങനെ ഒരു ചോദ്യം. ആഫ്രിക്ക എന്ന് പറയുന്ന പോമിൽ നിങ്ങൾക്കൊരു ട്രീ മെൻഷൻ ചെയ്യുന്നതായിട്ട് കാണാം. ഏത് ട്രീ ആണ് അവിടെ റെഫർ ചെയ്യപ്പെടുന്നത്? അവിടെ റെഫർ ചെയ്യപ്പെടുന്നത് ബാബ് എന്ന് പറയുന്ന ആഫ്രിക്കയുടെ നാഷണൽ ട്രീ ആണ്. നിങ്ങൾക്ക് ആ ഒരു പിക്ചർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ബാബ് എന്ന് പറയുന്ന ആഫ്രിക്കയുടെ നാഷണൽ ട്രീ ആണ് അവിടെ റെഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒറ്റയ്ക്ക് പ്രൗഢഭാവത്തിൽ നിൽക്കുന്ന ആ ഒരു ട്രീനെയാണ് ഇവിടെ ആഫ്രിക്കയ്ക്ക് വേണ്ടി സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് ആ ഗ്രേവ് വോയിസ് ഇംപെച്വസ് ചൈൽഡിനെ കാണിച്ചു കൊടുക്കുന്നത്. Which tree is referred to in the poem Africa? ബാബ് എന്ന് പറയുന്ന ട്രീ ആണ്. അതുപോലെ നാഷണൽ ഡേ, ആഫ്രിക്കയുടെ നാഷണൽ ഡേ ആണ് May 25th എന്ന് പറയുന്നത്. May 25th. ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ആൻസർ നൽകാൻ സാധിച്ചോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലല്ല എന്ന് മനസ്സിലാക്കുക. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ, വ്യത്യസ്തമായ ചോദ്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് മീരാസ് ഇംഗ്ലീഷ് ഹബിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റെപ്സ് ടു കം ഔട്ട് ഓഫ് ദി കംഫർട്ട് സോൺ ആണ്. ഈ കംഫർട്ട് സോണിൽ നിന്നും എങ്ങനെ നമുക്ക് പുറത്തു വരാനായിട്ട് പറ്റും? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സെൽഫ് റിഫ്ലക്ഷൻ ആണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതെങ്ങനെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും, അങ്ങനെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ആണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. അത് കഴിയുമ്പോൾ നിങ്ങൾ സ്മോൾ മാനേജബിൾ സ്റ്റെപ്സിലോട്ട് കടക്കുക. നമ്മൾക്ക് ആദ്യം തന്നെ ഈ HSC ഇംഗ്ലീഷിന്റെ സിലബസ് ഒന്നും മുഴുവനായിട്ട് പഠിച്ചെടുക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് ആദ്യം ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ 5 പോംസ് കംപ്ലീറ്റ് ചെയ്യും എന്നൊരു ചെറിയ ഗോള് വെക്കാം. ആ 5 പോം എന്ന ഗോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു. അങ്ങനെ മാനേജബിൾ ആയിട്ടുള്ള സ്റ്റെപ്സിലൂടെ നിങ്ങൾക്ക് HSC ഇംഗ്ലീഷ് എന്ന ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ പറയുന്നത് എംബ്രേസ് ഡിസ്കംഫർട്ട് എന്നാണ്. കംഫർട്ട് സോണിന് പുറത്തു വരൂ. എംബ്രേസ് ഡിസ്കംഫർട്ട് ആൻഡ് ലേണിംഗ്. ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. അതുപോലെ തന്നെ പെർഫെക്ഷനിസം എന്നത് നിങ്ങൾ ഉപേക്ഷിക്കുക. ഡോണ്ട് ബി എ പെർഫെക്ഷനിസ്റ്റ്. HSC ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കറക്റ്റ് എല്ലാ കാര്യങ്ങളും പഠിച്ചൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് എന്താണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട്
പഠിച്ചു പോവുകയാണെങ്കിൽ HSC ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് സപ്പോർട്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എന്താണോ ആ ഒരു മീഡിയം നിങ്ങൾ യൂസ് ചെയ്യൂ, അത് നിങ്ങൾ കണ്ടെത്തി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സെലിബ്രേറ്റ് യുവർ പ്രോഗ്രസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ചെറിയ ഗോൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ജേർണൽ ആണെങ്കിലും എഴുതാം. ആ ഒരു ജേർണൽ, ഒരു പേജ്, ഒരു ഡയറി എടുത്ത് വെച്ചിട്ട് ഞാൻ ഇന്ന് ഇത്രയും കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒരു റിവാർഡ് നിങ്ങൾക്ക് കൊടുക്കാം, അല്ലേ? അങ്ങനെ ചെയ്യൂ. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് കോൺഫിഡൻറ്റ് പീപ്പിൾ. നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു സർക്കിളിൽ നിങ്ങൾ എത്തൂ. ഗെറ്റ് കംഫർട്ടബിൾ വിത്ത് ബീങ് അൺകംഫർട്ടബിൾ. എൻറ്റർ യുവർ ഗ്രോത്ത് സോൺ. നിങ്ങൾ ഗ്രോത്ത് സോണിലോട്ട് കടക്കൂ. അടുത്ത ചോദ്യം അല്ലെങ്കിൽ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ടോപ്പിക്കിന് എത്ര സമയം കൊടുക്കുന്നുണ്ട്. അത് ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കുറച്ച് സമയം മാത്രം ആവശ്യമുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ മിനിമം 30 മിനിറ്റ്സ് മതി. മിനിമം 30 മിനിറ്റ്സിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതൊരു വലിയൊരു ലെങ്തി ടോപ്പിക് ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം 2 hours. അതിൽ കൂടുതൽ ഒരു ടോപ്പിക്കിനും നിങ്ങൾ കൊടുക്കരുത്. സപ്പോസ് നിങ്ങൾ പഠിക്കുന്നത് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു പോം ആണ് എങ്കിൽ ആഫ്രിക്ക എന്ന പോം പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് വെറും 30 മിനിറ്റ്സ് ആണ്. 30 മിനിറ്റ്സ്. മാക്ബെത്ത് എന്ന വർക്ക് പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് 2 hours ആണ്. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ വർക്ക്സിനെ മനസ്സിലാക്കാനായിട്ട് പഠിക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആണ്. ഇതാണ് നമ്മൾ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന മോഡ്യൂളിലും പഠിക്കുന്നത്. നമ്മൾ റീഡിങ്, സബ് സ്കിൽസ് ആയിട്ട് സ്കിമ്മിങ്, സ്കാനിങ്, അങ്ങനെ പല സമ്മറൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രാക്ടിക്കൽ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അല്ലാതെ ഒരു വർക്ക് എടുത്തു വെച്ചു, ആ വർക്ക് 10 മണിക്കൂർ 20 മണിക്കൂർ എടുത്തു വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1 മാർക്കാണ്. മാക്ബെത്ത് ആയാലും ആഫ്രിക്ക ആയാലും അബോറിജിനൽ ഓസ്ട്രേലിയ ആയാലും 1 മാർക്ക് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് നേടിത്തരുന്നുള്ളൂ. അവിടെയാണ് വെയിറ്റേജ് അനുസരിച്ച് പഠിക്കാനായിട്ട് ഞാൻ പറയുന്നതിന്റെ കാരണം. അവോയ്ഡ് ഫേക്ക് ഗ്രൂപ്പ് സ്റ്റഡി സർക്കിൾ. ഒരുപാട് ഗ്രൂപ്പ്സിൽ എല്ലാ സ്റ്റുഡൻസും പോയിട്ട് ചേരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഈ സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്നത് പലപ്പോഴും സോഷ്യലൈസിങ് സർക്കിൾ ആയിട്ട് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റുഡൻസ് മോണോപ്പൊളൈസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സർക്കിൾ നമുക്ക് കാണാം. കാരണം ഓരോ ഇൻഡിവിജ്വലും ഓരോ സ്റ്റുഡൻറ്റും ഡിഫറെൻ്റ് ആണ്. എല്ലാവരുടെയും അവര് പഠിക്കുന്ന രീതി, അവരുടെ പേസ്, സ്പീഡ് എന്നൊക്കെ പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സർക്കിളിൽ ഒരേപോലെയുള്ളവരാണ് എങ്കിൽ മാത്രമാണ് അതിൽ നിൽക്കാനായിട്ട് പറ്റുക. പിന്നെ ഇങ്ങനെയുള്ള സ്റ്റഡി സർക്കിളിൽ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ആണ് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള സർക്കിളിൽ പെട്ടിട്ട് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചും കണ്ടും വേണം ഇങ്ങനെയുള്ള ഗ്രൂപ്പ് സ്റ്റഡി സർക്കിൾസിൽ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട്. കാരണം നിങ്ങൾ ഒരു പക്ഷേ ഓഫ് ട്രാക്ക് പോവാം, ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഓവർലോഡ് കൊണ്ടിട്ട് ഈ എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലോട്ട് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ സോഷ്യലൈസിങ് സർക്കിൾ ആയിട്ട് മാറാന്ന് പറഞ്ഞു. കാരണം എല്ലാ മെമ്പേഴ്സും ഒരേപോലെ സീരിയസ് അല്ല എങ്കിൽ ഒരു സോഷ്യലൈസിങ് സർക്കിൾ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒട്ടും ഫ്രൂട്ട്ഫുൾ അല്ലാത്തൊരു സർക്കിൾ ആയിട്ട് അത് മാറാം. കാരണം എല്ലാവരുടെയും പേസ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഗ്രൂപ്പ് സ്റ്റഡി സർക്കിളിനെ HSC ഇംഗ്ലീഷ് ഇതുപോലെയുള്ള നമ്മൾ ഈ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജ് ലെവലിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്റ്റഡി സർക്കിളിൽ ഇരിക്കുന്നത് പോലെയല്ല ഇവിടെ. ഇതൊരു ജോബിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു പോയിന്റിന്റെ മാർക്കും ഒരു എക്സ്ട്രാ പോയിന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി പൊസസീവ് ആയിക്കോളൂ എന്ന് ഞാൻ പറയും. കാരണം അത് നിങ്ങളെ ഒരു പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾ റാങ്കിലോട്ട് എത്തിക്കും. അതൊരു റാങ്ക് മേക്കിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത്തിരി പൊസസീവ് ആയാലും പ്രശ്നമില്ല. ഇൻഡിവിജ്വൽ ആയിട്ട് പഠിക്കുക എന്നതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷെ കോമ്പറ്റീഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ ലിബറൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അനാവശ്യമായിട്ടുള്ള ചിലപ്പോൾ ഒരു സ്റ്റുഡന്റ് വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടുന്നു, മറ്റൊരു സ്റ്റുഡന്റ് വളരെ എന്താണ് ഇൻഡെപ്ത് പഠിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടുന്നു. അപ്പോൾ രണ്ടുപേരുടെയും ഒരാളുടെ ടൈം വെറുതെ വേസ്റ്റ് ആകുന്നു, ഒരാൾ ജസ്റ്റ് എവിടുന്ന് കോപ്പി ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടുന്നു. അപ്പൊ അങ്ങനെ അതൊരു ടൈം വേസ്റ്റ് ആയിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫേക്ക് ഗ്രൂപ്പ് സ്റ്റഡി സർക്കിളിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും മാറി നിൽക്കൂ. അടുത്ത ചോദ്യം, ആർ യു സീരിയസ് അബൌട്ട് ദിസ് എക്സാം? നിങ്ങൾ സീരിയസ് ആണോ ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ ബേസ് ചെയ്തിട്ട്?
സീരിയസ് ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾക്ക് മീരാസ് ഇംഗ്ലീഷ് ഹബിന്റെ 20 days ഫ്രീ ഓൺലൈൻ ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. 20 days ബൂട്ട് ക്യാമ്പിൽ നമ്മൾ ഓൾറെഡി 5 days പിന്നിട്ട് കഴിഞ്ഞു. ഈ ഫ്രീ ബൂട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് മീരാസ് ഇംഗ്ലീഷ് ഹബ് എന്ന് പറയുന്ന ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്റെ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. അതിലും നമ്മൾ ഒരുപാട് അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാറുണ്ട്. എന്നിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ സ്റ്റോറിൽ പോയി HSA ഇംഗ്ലീഷ് ബൂട്ട് ക്യാമ്പ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ₹1 20 days വാലിഡിറ്റിയോട് കൂടി പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൽ 20 ക്ലാസ്സസ് നിങ്ങൾക്ക്, ഇതിൽ 5 ക്ലാസ്സസ് ഓൾറെഡി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് അടുത്ത ക്ലാസ്സസ് വരുന്നതാണ്. മൺഡേ ഓൺവേർഡ്സ് ആ ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഒരു 5 days ഒരു ബൂട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പ്രിപ്പറേഷൻ എനിക്ക് ഒന്നുകൂടി സ്ട്രോങ് ആക്കണം എന്നൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ബൂട്ട് ക്യാമ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞങ്ങളുടെ കോഴ്സസ് ലോട്ട് അഡ്മിഷൻസ് ഓപ്പൺ ആണ്. HSA ഇംഗ്ലീഷിന്റെ മെന്റർഷിപ്പ് ബാച്ച് എന്ന് പറയുമ്പോൾ ഞാൻ മെന്ററായിട്ട് വരുന്ന ബാച്ച് ആണ്. അതിൽ ലൈവ് റിവിഷൻ, നമ്മൾ റിവിഷൻ ചെയ്യുന്നത് ലൈവ് ആയിട്ട് വന്നിരുന്നുകൊണ്ട് കീവേഡ് മെത്തേഡിലൂടെ നേരത്തെ നമ്മൾ കണ്ടില്ലേ, അതുപോലെയാണ്. അതുപോലെ ക്യൂസ് മാസ്റ്റർ, നമ്മളുടെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് റാങ്ക് മേക്കിംഗ് പോയിന്റ്സ് ഒക്കെ ഒരുപാട് ഉൾക്കൊള്ളിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കോംബോ ഓഫറിൽ 4500 അത് 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സിൽ ഈ മന്ത് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടും. നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് ഇൻസ്റ്റാൾമെന്റ്സ് അവൈലബിൾ അല്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മെന്റർഷിപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോംബോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് കൂടാതെ റെക്കോർഡഡ് മാത്രം ഉള്ള ക്ലാസ്സസ് ഉണ്ട്. അതിൽ റെക്കോർഡഡ് മാത്രമാണ്, വേറെ സപ്പോർട്ട് ഒന്നും ഉണ്ടാവില്ല. അതിന് 2300 ആണ്. പിന്നെ ക്യൂസ് മാസ്റ്റർ ഉണ്ട് 1500. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അറ്റ് ദി ഏർലിയസ്റ്റ് ഒരു ഡിസിഷൻ എടുക്കുക, തീരുമാനമെടുക്കുക. എന്നിട്ട് കോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ, ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. HSA ഇംഗ്ലീഷിന്റെ പ്രിപ്പറേഷനിൽ ഈ ഒരു ലാസ്റ്റ് ഫേസ് 90 days നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തരാനായിട്ട് മീരാസ് ഇംഗ്ലീഷ് ഹബ് സജ്ജമാണ്. നിങ്ങൾക്ക് ധൈര്യത്തോടെ ഈ ഒരു ആപ്പിൽ ജോയിൻ ചെയ്ത് HSA ഇംഗ്ലീഷിന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാവുന്നതാണ്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും പോയിന്റ്സും ഒക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളുക. So thank you so much. Happy learning.